മീരേച്ചി കാര്യമായിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്ത് ഒരു കുഞ്ഞ് താജ്മഹൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം വേറെ ഒന്നല്ല, കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് മീരേച്ചിനൊന്ന് കൂട്ടി കൊണ്ടുപോവുകയാണ്. പിന്നെ അവരൊക്കെ 10:30 ആകുമ്പോഴത്തേനും വരും എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കുകയാണ്. അരഞ്ഞാണും പാദസരും വളയൊക്കെ ഇട്ടിട്ടേ കുഞ്ഞിപ്പെണ്ണൊന്ന് സുന്ദരിയായി ഉണ്ട്. എല്ലാവരും ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോഴേ അച്ചുട്ടനും ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഒരു മോതിരം വെറുതെ ഒന്ന് കയ്യിൽ കൊടുത്ത് അച്ചുട്ടനൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേനും ഓരൊക്കെ എത്തിയിട്ടുണ്ട്. അച്ചുട്ടൻ്റെ പാപ്പനും മേമയും അച്ഛമ്മയാണ് വന്നത്. പിന്നെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇത്ര ആൾ വേണം അങ്ങനെ എണ്ണത്തിന് കണക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങളെവിടേക്കൊക്കെ അങ്ങനെയാണ് 5 ആൾ 7 ആൾ അങ്ങനെയൊക്കെ നമ്പറൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് കുടിക്കാനായിട്ട് ഹോർലിക്സ് ഒക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ചേച്ചി ഇതവിടെ റെഡി ആകുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവിടെ കയറുമ്പോഴൊക്കെ ആണെങ്കിൽ മുഹൂർത്തം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുഹൂർത്തം കിട്ടിയതേ നല്ല രാവിലെ ഇനി എത്ര ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ടൊന്നും മതിയാവണില്ല. ഒരു ചാടിക്കണ നേരം കൊണ്ടേ ഞങ്ങളാണെങ്കിൽ പിന്നെയും കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയി. അപ്പോഴേക്കും പിന്നെയാണെങ്കിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ അതൊക്കെ അമ്മ ഇവിടെ വിളക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോ ചടങ്ങുകളാണല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ ഡ്രസ്സൊക്കെ തന്ന് അമ്മ കുഞ്ഞാവേനെ അവിടുത്തെ അമ്മേൻ്റെ അടുത്തേക്ക് കൊടുക്കുക. ഇതൊന്നും ആളറിയണില്ല, ആള് നല്ല ഉറക്കത്തിലാണ്. ഇനി അച്ഛൻ്റെ വീട്ടിലെത്തിയിട്ട് കണ്ണ് തുറക്കുമ്പോഴാവും വീടും ആളുകളും ഒക്കെ മാറിയത് അറിയാം. പിന്നെ അവരെല്ലാവരും ഇറങ്ങി സാധനങ്ങളൊക്കെ പിന്നെ മുന്നേ വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം ഒച്ചും ബഹളമൊക്കെ ആയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് നമ്മളെ വീട് ഇപ്പോൾ ശൂന്യമാവാൻ പോവുകയാണ്. കാര്യം വരൊക്കെ പോയിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഞങ്ങൾ മാത്രം തന്നെയല്ലേ ഉള്ളൂ. ഇവരങ്ങോട്ട് പോയപ്പോൾ പീലിക്കുട്ടി പറയണേ എല്ലാവരും പോയി നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. ഇനിയിപ്പോൾ പീലിക്കുട്ടിക്ക് അംഗനവാടി പോവാനേ അച്ചുട്ടല്ലല്ലോ എന്നാണ് ഇപ്പോൾ സങ്കടം. അപ്പോൾ അത്രയേ ഉള്ളൂ.